നമസ്തേ. പുറത്ത് നല്ല മഴ കോരിച്ചൊരിയാണ്. ഈ മഴക്കാലത്ത് നമുക്ക് ചായയുടെ കൂടെ നല്ല ഇലയടയൊക്കെ കഴിച്ചുകൊണ്ട് മഴ ആസ്വദിക്കാൻ നല്ല രസമല്ലേ. നമ്മൾ ഇലയടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ട ചേരുവകൾ പറയാം. അരിപ്പൊടി, ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ്, നാളികേരം ചിരവിയത്, ചക്ക മുറിച്ചിട്ട് അത് നമ്മൾ അരച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം അരിപ്പൊടി ഇതിലേക്ക് ഇട്ടു. അരിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചക്ക ചേർത്തു. ചക്ക ചേർത്തിട്ട് നമ്മൾ നുള്ളി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചേർക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ ചേർക്കണമെന്നില്ല, ഇനിയിപ്പോൾ ആദ്യമേ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ചക്ക അതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം പാകം നോക്കിയിട്ട് വേണം. ഇത് കുറച്ച് അരിപ്പൊടിയുള്ളൂ, അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി. ചക്ക കുറച്ച് മഴയൊക്കെ പെയ്തല്ലേ, അപ്പോൾ ചില ചക്കകൾ നല്ല മധുരം ഉണ്ടാവും, ചിലത് മധുരം കുറവാകും. അപ്പോൾ നമ്മൾ ഈ ശർക്കരപ്പാവ് പാകത്തിന് ഒഴിച്ചു കൊടുക്കാവും. നമ്മൾ ഇലയിൽ പരത്തി എടുക്കേണ്ടതാണ്. അപ്പോൾ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇലയിൽ ഒഴിച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ നാളികേരം ചിരവിയത് ഇത് ചേർക്കുകയാണ്. ഉണ്ട്. ഇപ്പോൾ വെള്ളം പാകമില്ലേ, വെള്ളമില്ല, നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ഈ ശർക്കരപ്പാവ് പാകത്തിന് ഒഴിച്ചെടുത്താണ്. ഇനി നമ്മളിതൊന്ന് ഇത്തിരി നേരം സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. അപ്പം നമ്മൾ ഒരു മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഒരു 1-2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇതുണ്ടോ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നേരം സെറ്റാവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ വാഴയുടെ ഇല വാട്ടിയത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ അങ്ങനെ ഒഴിക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ചെറിയ ഇലകളാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇതേപോലെ ഒന്നങ്ങോട്ട് നന്നായിട്ട് മടക്കുക. ഇതേപോലെ മടക്കിയിട്ട് നമ്മൾക്കത് ഇഡ്ലി ചെമ്പ് ഇങ്ങനെ വെച്ചിട്ട് തട്ട് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ മാവിട്ടാൽ മതി. കാരണം ചെറിയ ഇലയാണ്, കുറച്ച് മാവിട്ടാൽ മതി. അതേപോലെ നമുക്കിതൊക്കെ ഒന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ അത് ഇലയിൽ പരത്തിയിട്ട് നമ്മളതിങ്ങനെ മടക്കി ഇഡ്ലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. അടച്ചിട്ട് ഇനി കുറച്ച് നേരം നമ്മൾ വെക്കണം, ആവിയിൽ അത് വേവട്ടെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 3-4 മിനിറ്റ് നന്നായിട്ട് ആവിയിൽ വേവിച്ച് അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി ഉണ്ടോ. സ്റ്റവ് നമുക്കിനി ഓഫാക്കാം. എന്നിട്ട് നമുക്കിനി ഓരോ ഇലയുടെ അങ്ങനെ എടുക്കാം. എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ചൂടുണ്ടാവും, ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരെണ്ണം നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ട്, ഇല നന്നായിട്ടുണ്ട്. ഇലയട നമ്മൾ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൂട്ടി ചൂടിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ചൂടുള്ള ഇലയട. തണുത്ത് കഴിഞ്ഞാൽ രസമാണ്. നല്ല ചൂട് കാപ്പിയോ ചായയുടെ കൂടെ ഇത് മഴക്കാലത്ത് കഴിച്ചുകൊണ്ട് മഴയും ആസ്വദിച്ചിരിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഇലയുടെ എല്ലാം ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് നല്ല ചൂടുണ്ട്. ആവിയിലിപ്പോൾ വേവിച്ചതല്ലേ, ഇപ്പോൾ കയ്യൊക്കെ ശ്രദ്ധയോട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇലയുടെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി കഴിക്കൂ കേട്ടോ. ശരി, ബൈ.